നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ പ്രതിസന്ധിയുടെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കേന്ദ്രത്തിലെ BJP സർക്കാർ നമ്മുടെ അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും എങ്ങനെയാണ് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് എന്ന കൃത്യമായ തെളിവുകൾ സഹിതം തുറന്നു കാട്ടുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ സഖ്യം. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടങ്കം ഒപ്പിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തന് അയച്ച ഒരു കത്തിന്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും സംയുക്തമായി അയച്ച ഈ കത്തിലെ കാര്യങ്ങൾ കേട്ടാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആരുടെയും ചോര തിളച്ചു പോകും. പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുവാനും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുവാനും ED, CBI, NIA തുടങ്ങിയ ഏജൻസികളെ കേന്ദ്ര സർക്കാർ സ്വന്തം ഉപകരണങ്ങൾ മാത്രമാക്കി മാറ്റുകയാണ് എന്നാണ് കത്തിൽ കുറ്റപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾ രാജ്യത്ത് കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ്. ജനാഭിലാഷമല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത്. മറ്റെല്ലാം പരാജയപ്പെടുമ്പോൾ രാജ്യം കോടതിയിലേക്ക് വിശ്വാസം അർപ്പിക്കുകയാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി പുലർത്തിയിരുന്ന നിശബ്ദത രാജ്യത്തിന്റെ പരമാധികാരം തകരുന്നതിന്റെ മറ്റൊരു ലക്ഷണമാണെന്നും പ്രതിപക്ഷം ചീഫ് ജസ്റ്റിസിനെ ഓർമ്മിപ്പിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംശയാസ്പദമാണെന്ന് കത്തിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധികൾ ലംഘിച്ചും കോടതി നിർദ്ദേശിച്ച ഘടന മറികടന്നുമാണ് സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. ഭരണപക്ഷത്തിന്റെ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളിലും BJP നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളിലും കമ്മീഷൻ മൗനം പാലിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളിലെ കൃത്രിമത്വത്തെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ച നേതാക്കൾ രാജ്യം പഴയ ബാലറ്റ് പേപ്പർ സമ്പ്രദായത്തിലേക്ക് മടങ്ങണമെന്ന ആവശ്യവും കത്തിൽ ഉന്നയിച്ചു. ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനവിധിയല്ല, മറിച്ച് കൃത്യമായി സൃഷ്ടിച്ചെടുത്തതാണെന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ബീഹാർ, ബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടത്തിയ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തികച്ചും അനാവശ്യം തന്നെയായിരുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിവാക്കുവാനാണ് ഈ നടപടിയെന്നായിരുന്നു കമ്മീഷൻ വ്യക്തമാക്കിയതെങ്കിലും അത്തരം നുഴഞ്ഞുകയറ്റത്തിന് കൃത്യമായ ഡാറ്റയില്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഇടപെടണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും പുറമെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അഖിലേഷ് യാദവ്, മമതാ ബാനർജി, തേജസ്വി യാദവ്, സുപ്രിയ സുലെ, ഉദ്ധവ് താക്കറെ, ഫാറൂഖ് അബ്ദുള്ള എന്നിവർക്ക് പുറമെ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കളായ ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം, D രാജ, NK പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി തുടങ്ങിയവരും കത്തിന്റെ ഭാഗമായി. ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തുന്ന ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവമാണ് ഈ നീക്കം എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം.